وله ما سكن في الليل والنهار وهو السميع العليم. രാവിന്റെ ഇരുട്ടിലും പകലിന്റെ വെളിച്ചത്തിലും നിലനിൽക്കുന്നതെല്ലാം അല്ലാഹുവിന്റേത് മാത്രമാകുന്നു. അവൻ സകലതും കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين. പറയുക, ഞാൻ അല്ലാഹുവിനെ വെടിഞ്ഞ് മറ്റാരെയെങ്കിലും രക്ഷകനായി വരിക്കുകയോ ആകാശഭൂമികളുടെ സ്രഷ്ടാവും സകലരുടെയും അന്നദാതാവും ആരോടും അന്നം സ്വീകരിക്കാത്തവനുമായ ദൈവത്തെ വെടിഞ്ഞ് പറയുക, അവനെ അനുസരിച്ചവരിൽ ഒന്നാമനായിരിക്കാൻ ഞാൻ ആജ്ഞാപിക്കപ്പെട്ടവനാകുന്നു. ഒരു കാരണവശാലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുതെന്ന് ഞാൻ താക്കീത് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ വാക്യത്തിലും പരോക്ഷമായ ഒരു വിമർശനം അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവെ വിട്ട് മറ്റു വസ്തുക്കളെ പൂജിക്കുന്ന ബഹുദൈവവാദികൾക്ക് തങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് അന്നമോ മറ്റ് സഹായമോ ലഭിക്കുന്നില്ല. മറിച്ച് ആ ദൈവങ്ങളെ ആരാധകന്മാർ തീറ്റിപ്പോറ്റുകയും സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു ഫറോവയ്ക്ക് ദൈവത്വവും ആധിപത്യവും ഉറപ്പിക്കണമെങ്കിൽ തന്റെ അടിമകൾ നികുതിയും പാരിതോഷികങ്ങളും കൊടുത്തു സഹായിക്കണം. ഒരു ഖബറാളിക്ക് ആരാധ്യ പദവി സിദ്ധിക്കണമെങ്കിൽ പൂജാരിമാർ അയാൾക്ക് ഗംഭീരമായ ഒരു ശവകുടീരം നിർമ്മിച്ചു കൊടുക്കണം. ഒരു ദേവനോ ദേവിക്കോ ദിവ്യത്വസ്ഥാനം സജ്ജമാകണമെങ്കിൽ ഭക്തജനങ്ങൾ പ്രതിമയുണ്ടാക്കി മനോഹരമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം. മേത്തരം വേഷമണിയിച്ച് മോടി വരുത്തുകയും വേണം. ചുരുക്കത്തിൽ സകല കൃത്രിമ ദൈവങ്ങളും ഭക്തജനങ്ങളെ ആശ്രയിക്കുന്ന പാവങ്ങളാണ്. നികുതി, നേർച്ച, വഴിപാട്, നിവേദ്യം തുടങ്ങിയ വരുമാനങ്ങളില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. എന്നാൽ പ്രപഞ്ചസ്രഷ്ടാവായ അല്ലാഹു അനാശ്രയനും ഐശ്വര്യവാനുമത്രേ. അവൻ ആരുടെയും അന്നം സ്വീകരിക്കുന്നില്ല. ആരുടെയും സഹായ സഹകരണം അവൻ ആവശ്യമില്ല. മറിച്ച് എല്ലാവരും അവന്റെ ആശ്രിതരാണ്. സ്വന്തം ശക്തിപ്രഭാവത്തിലാണ് അവന്റെ ദിവ്യത്വം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവം. قل إني أخاف إن عصيت ربي عذاب يوم عظيم. പറയുക, എന്റെ നാഥനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര നാളിൽ ശിക്ഷയനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين. അന്നാളിൽ ആരെങ്കിലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവന് അല്ലാഹു മഹത്തായ കാരുണ്യം ചെയ്തിരിക്കുന്നു. അതുതന്നെയാകുന്നു തെളിഞ്ഞ വിജയം. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അല്ലാഹു നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീഡനമണയ്ക്കുകയാണെങ്കിൽ ആ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നവനും അവനല്ലാതാരുമില്ല. അവൻ നിനക്ക് നന്മയാൽ സൗഖ്യമരുളുകയാണെങ്കിലോ അവൻ സകല സംഗതികൾക്കും കഴിവുള്ളവനാകുന്നു. وهو القاهر فوق عباده وهو الحكيم الخبير. തന്റെ ദാസന്മാരുടെ മേൽ സമ്പൂർണമായ അധികാരമുള്ളവനാണവൻ. തികഞ്ഞ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമാകുന്നു. قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى
قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. അവരോട് ചോദിക്കുക, ആരുടെ സാക്ഷ്യമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്? പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹുവാണ് സാക്ഷി. നിങ്ങൾക്കും ഇത് ലഭിക്കുന്നവർക്കൊക്കെയും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ ഖുർആൻ എനിക്ക് ബോധനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ടെന്ന് യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? പറയുക, അவ்விധം സാക്ഷ്യപ്പെടുത്താൻ എനിക്കൊരിക്കലും നിവൃത്തിയില്ല. ദൈവം ഒരേയൊരുവൻ മാത്രമാകുന്നു. നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് തികച്ചും മുക്തനാകുന്നു ഞാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൂതനും വക്താവുമാണെന്നതിന് അല്ലാഹു സാക്ഷിയാകുന്നു. അദ്ദേഹം പറയുന്നതൊക്കെയും തന്റെ കൽപ്പന പ്രകാരമാണ്. ഒരു സംഗതിക്ക് സാക്ഷ്യം വഹിക്കുക വളരെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനുമാനമോ സങ്കല്പമോ ധാരണയോ ആസ്പദമാക്കി സാക്ഷി പറയാവതല്ല. ശരിക്കും അറിഞ്ഞിട്ടുള്ള ഒരു സംഗതിക്ക് സത്യസന്ധന്മാർ സാക്ഷ്യം വഹിക്കുകയുള്ളൂ. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ചോദ്യത്തിന്റെ സാരം ഇതാണ്: ഇക്കാണുന്ന അഖില ചരാചരങ്ങളിൽ ഏകനായ അല്ലാഹുവിന്റെ ദൈവത്വത്തിന് പുറമെ മറ്റൊരു ദിവ്യത്വത്തിന് വല്ല പഴുതുമുണ്ടോ? അടിമത്തവും ആരാധനയും അർപ്പിക്കപ്പെടാൻ തക്ക അധികാരമുള്ള വല്ല അസ്തിത്വവും അല്ലാഹുവല്ലാതെ പ്രപഞ്ചത്തിലുണ്ടോ? മനസ്സാക്ഷി കുത്തില്ലാതെ നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് നിവൃത്തിയില്ല എന്നതിന്റെ താൽപര്യം ഇതാണ്: ശരിയായ അറിവും ഉറപ്പും കൂടാതെ നിങ്ങൾ കള്ളസാക്ഷ്യം പറയുന്നുവെങ്കിൽ പറഞ്ഞുകൊള്ളുക, എന്നാൽ ഞാൻ അതിന് തയ്യാറില്ല. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا أنفسهم فهم لا يؤمنون. നാം വേദം നൽകിയിട്ടുള്ള ജനങ്ങൾ ഈ സത്യം അവരുടെ മക്കളെ അറിയും പ്രകാരം സംശയലേശമന്യേ അറിയുന്നുണ്ട്. എന്നാൽ തങ്ങളെ സ്വയം നഷ്ടത്തിലെറിഞ്ഞവരുണ്ടല്ലോ, അവരത് വിശ്വസിക്കുകയില്ല. ദൈവിക ഗ്രന്ഥങ്ങളിൽ അറിവുള്ള വേദപണ്ഡിതന്മാർക്ക് സംശയലേശമില്ലാതെ അറിയുന്ന ഒന്നാണ് ദൈവം ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്ന പരമാർത്ഥം. ധാരാളം കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് സ്വന്തം കുട്ടിയെ മാതാപിതാക്കൾ തിരിച്ചറിയുമല്ലോ, അതുപോലെ അനേകായിരം ദൈവസങ്കല്പങ്ങൾക്കിടയിൽ യഥാർത്ഥമായത് ഏകദൈവ വിശ്വാസമാണെന്ന് വേദവിജ്ഞാനം നൽകപ്പെട്ടവർക്ക് തിരിച്ചറിയാൻ കഴിയും. ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. അല്ലാഹുവിന്റെ പേരിൽ കള്ളം ചമയ്ക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്തവനേക്കാൾ അക്രമിയായ മനുഷ്യൻ ആരുണ്ട്? നിശ്ചയം ഇത്തരം അക്രമികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല. അല്ലാഹുവോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കുള്ള ഒട്ടേറെ അസ്തിത്വങ്ങളുണ്ട്. അവയും ദൈവത്തിന്റെ ഗുണസമ്പന്നങ്ങളും ദൈവത്തിന്റെ അധികാരങ്ങളുടെ ഉടമകളും അടിമത്വം അർപ്പിക്കപ്പെടാൻ അർഹതയുള്ളവരും ആണെന്ന വാദത്തെയാണ് ഇവിടെ കള്ളമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില മഹാത്മാക്കളെ അല്ലാഹു തന്റെ പ്രത്യേക സമീപസ്ഥരായി നിശ്ചയിച്ചിട്ടുണ്ട്. അവര് ദൈവിക ഗുണങ്ങളെക്കൊണ്ട് വിശേഷിപ്പിക്കണം. മാത്രമല്ല, ദൈവത്തോടെന്ന പോലെ അവരോടും അടിമത്തഭാവം പ്രകടിപ്പിക്കണം എന്നെല്ലാം അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെന്നോ അതെല്ലാം അവനിഷ്ടമാണെന്നോ വാദിക്കുന്നതും അല്ലാഹുവിന്റെ പേരിൽ കള്ളം ചമയ്ക്കലാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇവയാണ്: അഖില പ്രപഞ്ചത്തിലും മനുഷ്യ ശരീരത്തിലും വ്യാപിച്ചു കിടക്കുന്ന അടയാളങ്ങൾ, പ്രവാചകന്മാരുടെ സച്ചരിതങ്ങളിലും സൽകൃത്യങ്ങളിലും പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ, ദൈവിക ഗ്രന്ഥങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ദൈവം ഏകനാണെന്നും പ്രപഞ്ച വസ്തുക്കളെല്ലാം അടിമകൾ മാത്രമാണെന്നുമുള്ള ഒരേയൊരു യാഥാർത്ഥ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഇരിക്കെ ബഹുദൈവത്വത്തിന് യഥാർത്ഥമായ യാതൊരു സാക്ഷ്യമോ വിജ്ഞാനമോ അനുഭവമോ ഒന്നുമില്ല താനും. എന്നിട്ടും കേവലം ഊഹങ്ങളെ ആധാരമാക്കിയോ പൂർവികരെ അന്ധമായി അനുകരിച്ചോ
വല്ലവനും ഇതര വസ്തുക്കളെ ദൈവഗുണസമ്പന്നങ്ങളെന്നും ദൈവിക അധികാരങ്ങൾക്ക് അർഹങ്ങളെന്നും കൽപ്പിക്കുന്നുവെങ്കിൽ അതിൽ പരം ഒരക്രമം മറ്റൊന്നില്ലെന്ന് വ്യക്തം. അവൻ സത്യത്തോട് അക്രമം ചെയ്യുന്നു, സ്വദേഹത്തോടും അക്രമം ചെയ്യുന്നു. ഈ അബദ്ധ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ബന്ധപ്പെടുന്ന എല്ലാ വസ്തുക്കളോടും അക്രമം ചെയ്യുന്നു. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ. അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും നാളിൽ അന്ന് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കും, നിങ്ങൾ ദൈവങ്ങളെന്ന് വാദിച്ചിരുന്ന പങ്കാളികൾ ഇപ്പോൾ എവിടെ? ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَنْ قَالُوا وَاللَّهِ رَبِّنَا مَا كُنَّا مُشْرِكِينَ. അപ്പോൾ ഞങ്ങളുടെ നാഥ, നീയാണ് സത്യം, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളെ ആയിരുന്നില്ല എന്ന് കള്ളം പറയാനല്ലാതെ മറ്റൊരു കുഴപ്പവുമുണ്ടാക്കാൻ അവർക്ക് കഴിയുകയില്ല. انظُرْ كَيْفَ كَذَبُوا عَلَى أَنفُسِهِمْ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. അന്നേരം അവർ അവരെക്കുറിച്ചു തന്നെ കള്ളം പറയുന്നതെങ്ങനെയെന്ന് നോക്കുക. അവിടെ അവരുടെ വ്യാജ ദൈവങ്ങളൊക്കെയും അപ്രത്യക്ഷരായിരിക്കുന്നു.